കഴിഞ്ഞ ആഴ്ച മ്യാൻമറിലുണ്ടായ വൻ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 3354 ഉയർന്നതായി സംസ്ഥാന മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഐക്യരാഷ്ട്രസഭാ ഏജൻസികളും വിദേശ സഹായദാതാക്കളും അടിയന്തര ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ട്. ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രത്തിനടുത്തുള്ള മാൻഡലെ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഭക്ഷണം, വെള്ളം, വൈദ്യസഹായം എന്നിവയെല്ലാം ആവശ്യമാണെന്ന് അന്താരാഷ്ട്ര രക്ഷാസമിതി അറിയിച്ചു. തുടർചലനങ്ങളുടെ ഭീതി നിലനിൽക്കുന്നതിനാൽ റോഡുകളിലും തുറസായ സ്ഥലങ്ങളിലുമാണ് ആളുകൾ കഴിയുന്നത്. സർക്കാർ നിയന്ത്രണത്തിലല്ലാത്ത പ്രദേശങ്ങളിലേക്ക് സഹായം എത്തിക്കാനുള്ള നടപടികൾ അധികാരികൾ ചെയ്യണമെന്നും ആംനസ്റ്റി ഇന്റർനാഷണൽ ആവശ്യപ്പെട്ടു. നിലവിലെ കണക്കുകൾ അനുസരിച്ച് 3354 മരണസംഖ്യ. ഇത് 4000 കടക്കുമെന്നാണ് അധികൃതരും രക്ഷാപ്രവർത്തകരും നൽകുന്ന സൂചന. ഒരു നൂറ്റാണ്ടിനിടയിൽ രാജ്യത്തുണ്ടായ ഏറ്റവും ശക്തമായ ഭൂകമ്പമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായത്. മ്യാൻമറിൽ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 1300 കവിഞ്ഞു. 220 പേരെ ഇനിയും കണ്ടെത്താനായിട്ടില്ല. മ്യാൻമറിനെ സഹായിക്കാൻ ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര സമൂഹത്തോട് ആഹ്വാനം ചെയ്തു. ഭൂകമ്പത്തിൽ 3354 പേർ മരിക്കുകയും 4508 പേർക്ക് പരിക്കേൽക്കുകയും 220 പേരെ കാണാതാവുകയും ചെയ്തതായി മ്യാൻമർ ഔദ്യോഗിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ലോകം മ്യാൻമറിലെ ജനങ്ങൾക്ക് പിന്നിൽ അണിനിരക്കണമെന്നും UN എയ്ഡ് മേധാവി ടോം ഫ്ലെച്ചർ പറഞ്ഞു. നാശനഷ്ടങ്ങൾ അമ്പരിപ്പിക്കുന്നതാണ്. നിരവധി ജീവൻ നഷ്ടപ്പെട്ടു, വീടുകൾ നശിച്ചു, ഉപജീവന മാർഗങ്ങൾ തകർന്നു. പക്ഷേ മ്യാൻമറിന്റെ അതിജീവനം അവിശ്വസനീയമാണെന്നും ഫ്ലെച്ചർ എക്സിൽ കുറിച്ചു. കൂടാതെ ഓപ്പറേഷൻ ബ്രഹ്മയുടെ ഭാഗമായി 442 മെട്രിക് ടൺ ഭക്ഷ്യസഹായം ഇന്ത്യ മ്യാൻമറിന് കൈമാറി. 0.5 മെട്രിക് ടൺ അരി, 30 മെട്രിക് ടൺ പാചക എണ്ണ, 5 മെട്രിക് ടൺ ബിസ്ക്കറ്റ്, 2 മെട്രിക് ടൺ ഇൻസ്റ്റന്റ് നൂഡിൽസ് എന്നിവ ഉൾപ്പെടുന്നതാണ് സഹായം. മ്യാൻമറിലെ ദുരിതബാധിത ജനതയുടെ അടിയന്തര ഭക്ഷ്യ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി ഉദ്ദേശിച്ചിട്ടുള്ളതാണെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞിട്ടുണ്ട്. രക്ഷാപ്രവർത്തനങ്ങൾ സുഗമമാക്കുന്നതിനായി ആൽഫ, ബ്രേവോ, ചാർലി, ഡെൽറ്റ എന്നിങ്ങനെ 4 സെക്ടറുകളായി തിരിച്ചിട്ടുണ്ട്. ആൽഫയിലും ബ്രേവോയിലും ചാർലിയിലും ചൈന, റഷ്യ, മ്യാൻമർ സംഘം രക്ഷാപ്രവർത്തനം നടത്തുമ്പോൾ ഡെൽറ്റയിൽ ഇന്ത്യക്കാണ് ചുമതല. പരിക്കേറ്റവരുടെ ചികിത്സയ്ക്കായി ഇന്ത്യൻ സൈന്യത്തിന്റെ ഫീൽഡ് ആശുപത്രിയും മാൻഡലയിൽ സജ്ജീകരിച്ചിട്ടുണ്ട്.